നമസ്കാരം. ലവ് ജിഹാദിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞ വർത്തമാനത്തിന് ഒരു തുടർച്ച ഇന്ന് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞത് ലവ് ജിഹാദ് എന്ന വാക്ക് ഇന്ന് പ്രയോഗിക്കുന്ന അർത്ഥത്തിൽ അല്ല ഏറ്റവും ഒടുവിൽ കേരളത്തിൽ സംഭവിച്ചത് എന്നാണ്. പ്രണയത്തെ ഒരു കെണിയാക്കി മതപരിവർത്തനത്തിന് പെൺകുട്ടികളെ വിധേയരാക്കുന്ന ഒരു കുറ്റകൃത്യത്തിനാണ് സാധാരണഗതിയിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ വാക്കുകളുടെ അർത്ഥപ്രകാരം അത് ലവിന് വേണ്ടിയുള്ള ജിഹാദായി തീരണം. അഥവാ പ്രണയത്തിൻ്റെ പേരിൽ നടക്കുന്ന സമരങ്ങൾ, സഹന സമരങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ, പോരാട്ടങ്ങൾ, അതിനാണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്ന് വിളിക്കേണ്ടത്. അത്തരത്തിലൊന്ന് ഈ കഴിഞ്ഞ മാസം കേരളത്തിൽ സംഭവിക്കുകയുണ്ടായി. അത് ജാർഖണ്ഡിൽ നിന്ന് വന്ന മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയും കേരളത്തിലെ കായംകുളത്ത് വെച്ച് വിവാഹിതരായതിൻ്റെ സന്തോഷം, അതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കായംകുളത്തുകാർ, കായംകുളത്തെ ആരാധനാലയങ്ങൾ എല്ലാം വലിയ സന്തോഷത്തോടെ കേരളത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഒരു ആഹ്ലാദമാണ് ഇന്നലെ ഞാൻ പങ്കുവച്ചത്. അത് തീർച്ചയായിട്ടും PC ജോർജ് ഉന്നയിച്ച സമീപകാലത്ത് കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ലവ് ജിഹാദ് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്നലെ ഞാനത് അതിൻ്റെ ഒരു മറുവശം ആണ് പറയാൻ ശ്രമിച്ചത്. ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ആദ്യം എനിക്ക് കിട്ടിയത് കണ്ണൂരിൽ നിന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോ അയച്ചു തന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, മാഷേ അത്ര സുന്ദരമൊന്നുമല്ല കേരളം, പ്രത്യേകിച്ച് പ്രണയ കേരളം ഒട്ടുമേ സുന്ദരമല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ, കൃത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി 2 ആഴ്ചക്കുള്ളിലുണ്ടായ ഒരു സംഭവത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഒപ്പം തന്നെ ഇന്നലത്തെ വീഡിയോക്ക് ചില കമൻറ്റുകൾ വന്നു. ആ കമൻറ്റുകളിൽ പറഞ്ഞത് ഇതിന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലും നടക്കുന്നുണ്ട് മാഷേ, കേരളം അത്ര സുന്ദരമല്ല എന്ന് സൂചിപ്പിക്കുന്ന മട്ടിലുള്ള കമൻറ്റുകളും വരികയുണ്ടായി. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അവരുടെ പെൺകുട്ടികൾ ആരോടെങ്കിലുമൊക്കെ പ്രണയത്തിൽ ആകൃഷ്ടരായി മറ്റൊരു മതക്കാരനെ പ്രണയിച്ചു പോയാൽ ഈ ക്രിസ്ത്യാനികളെക്കാളും ഹിന്ദുക്കളെക്കാളും ഒക്കെ വളരെ വയലൻ്റായി, അഗ്രസീവായി എതിർത്തുകൊണ്ട് കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്ന് പ്രക്ഷുബ്ധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പലരും സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഇന്ന് പറയുന്നത് ഇന്നലെ എനിക്ക് അയച്ചു കിട്ടിയ ആ വീഡിയോയുടെ വിശദാംശങ്ങളാണ്. വിശദാംശം ഇങ്ങനെയാണ്. ഈ 2 കുട്ടികളും മലയാളികളാണ്, ചെറുപ്പക്കാരാണ്, കണ്ണൂർക്കാരാണ്. അതാണ് വേറൊരു പ്രത്യേകത. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രബുദ്ധവും വിപ്ലവകരവും എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കണ്ണൂർ ജില്ലക്കാരാണ് 2 പേരും. ചക്കരക്കല്ല്, വളപട്ടണം എന്നൊക്കെ പറഞ്ഞ കണ്ണൂരിൻ്റെ ഹൃദയഭാഗമാണ്. ചുമന്ന് തുടിച്ച കണ്ണൂർ എന്ന് വേണം പറയാൻ. ആ കണ്ണൂരിലെ 2 പേരാണ്. ആ ചെറുപ്പക്കാരൻ്റെ പേര് കിരൺ ബാബു എന്നാണ്. അവന് 28 വയസ്സാണ്, കണ്ണൂർക്കാരാണ്, പ്രോപ്പർ കണ്ണൂർക്കാരനാണ്. ആ പെൺകുട്ടിയുടെ പേര് ഫാത്തിമ ദിയ എന്നാണ്, അവൾക്ക് 21 വയസ്സാണ്. തീർച്ചയായിട്ടും ഒരാൾ ഹിന്ദുവാണ്, മറ്റേയാൾ മുസ്ലിമാണ്. ഇവർ 2 പേരും വെച്ച് ഒരു കഫേയിലോ എങ്ങാണ്ട് വർക്ക് ചെയ്യുമ്പോൾ പരിചയപ്പെട്ട കൂട്ടുകാരാണ്. അവർ തമ്മിലുള്ള പ്രണയം ഏതാണ്ട് കുറേ കൂടി ശക്തമായി വന്ന ഘട്ടത്തിലാണ് ഫാത്തിമ ദിയയുടെ കുടുംബം അവൾക്ക് കല്യാണം ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നടക്കുന്നു. വിവാഹ നിശ്ചയം നടന്നത് കഴിഞ്ഞ ഫെബ്രുവരി 14-നാണ്. വിവാഹ നിശ്ചയത്തെ ആ കുട്ടി എതിർത്തെങ്കിലും അവളുടെ മേൽ വലിയ സമ്മർദ്ദം വരുന്നു. നിർബന്ധമായി ആ കല്യാണം കഴിക്കണമെന്ന അവസ്ഥ വരുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഫാത്തിമ ദിയ തൻ്റെ പ്രിയപ്പെട്ടവനായ കിരൺ ബാബുവിനോട് ആലോചിച്ചിട്ട് വീട് വിട്ടിറങ്ങുകയാണ്. ഇറങ്ങുന്നത് ഫെബ്രുവരി 27-നാണ്. അവർ ഒളിച്ചോടാനൊന്നും പോയില്ല. അവർ നേരെ ചെല്ലുന്നത് വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്കാണ്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറഞ്ഞു. ഞങ്ങൾ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരാണ്, ആണും പെണ്ണുമാണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണം. പോലീസുകാർ അവർക്ക് തോന്നിയ ആദ്യത്തെ ബുദ്ധിക്ക് അവർ പറഞ്ഞു കൊടുത്തത്, നിങ്ങളിപ്പോൾ അന്യരാണ്, എത്രയും വേഗം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം. അപ്പോൾ ഞങ്ങൾ എങ്ങനെ കല്യാണം കഴിക്കും, ഞാൻ ഹിന്ദുവാണ്, അവൾ മുസ്ലിമാണ്, അതിന് പല സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത വഴിയിൽ അന്യജാതിക്കാരും അന്യമതക്കാരുമായ രണ്ട് പേർ തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കുന്ന ചില സ്ഥാപനങ്ങൾ കോഴിക്കോട്ടുണ്ട് എന്നറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കോഴിക്കോട്ട് വരികയും ചെയ്തു. കോഴിക്കോട്ട് വന്നിട്ട് അവർ ആദ്യം ബന്ധപ്പെടുന്ന ആര്യ സമാജത്തെയാണ്.
പഴയ ആര്യസമാജത്തെക്കുറിച്ച് നമ്മൾ കേട്ടതനുസരിച്ചാണെങ്കിൽ ആര്യസമാജം ആ കല്യാണം നടത്തി കൊടുക്കേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. ആര്യസമാജം പറഞ്ഞത് രണ്ടുപേരും ഹിന്ദുവായെങ്കിൽ മാത്രമേ ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു എന്ന് ഈ കുട്ടികൾ ഈ ഇൻ്റർവ്യൂവിൽ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല, ഇനി എൻ്റെ കയ്യിൽ വേറെ ഒരു തെളിവുമില്ല. പക്ഷേ അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അവർ തന്നെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ ഇവിടെ എന്ത് വഴിയുണ്ട് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് വൈരാഗി മഠം എന്നൊരു മഠത്തെക്കുറിച്ച് വിവരം കിട്ടിയത്. കോഴിക്കോട് തന്നെയാണ്, അത്ര പാളയം റോഡിലാണ് അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നു. ആ മഠവും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അവിടുത്തെ ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അവർ ഇവരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും 2 മതാചാരങ്ങളും പ്രകാരം അവരെ കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്തു എന്നാണ് ഈ കുട്ടികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വീഡിയോ ആണ് എൻ്റെ കൈവശം ഇന്നലെ വന്നു ചേർന്നത്. ആ വീഡിയോ നമ്മുടെ പബ്ലിക് സർക്കിളിലുണ്ട്, എല്ലാവർക്കും സൈബർ ലോകത്തുണ്ട്, എല്ലാവർക്കും പരിശോധിക്കാവുന്നതുമാണ്. ആ വൈരാഗി മഠത്തിൽ വെച്ച് ഇവരാദ്യം ഈ നിക്കാഹ് പോലെ പരസ്പരം ഉള്ള ഒരു ചടങ്ങ് നടത്തുകയും പിന്നെ ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു ചടങ്ങ് നടത്തി അവരുടെ ഒരു സിന്ദൂരം തൊടിയിക്കുകയും ഒരു ഇല കൊണ്ട്, പച്ചില കൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു മാല പരസ്പരം അണിയിക്കുകയൊക്കെ ചെയ്തു. അതാണ് വിവാഹം. അങ്ങനെ അവർക്ക് വിവാഹം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അധികാരമുള്ള ഒരു സംഘടനയാണത്രേ. മിക്കവാറും നമ്മുടെ നാട്ടിലെ സമുദായ സംഘടനകൾക്കൊക്കെ അതുണ്ടല്ലോ. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. വിവാഹിതരായി എന്ന സർട്ടിഫിക്കറ്റുമായി ഫെബ്രുവരി 27 വീട് വിട്ടിറങ്ങിയ ഈ കുട്ടിയും ഈ കാമുകനും അഥവാ കിരൺ ബാബുവും ഫാത്തിമ ദിയയും വളവട്ടണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരമാണ് അവരിങ്ങനെ വിവാഹം ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തത്. വിവാഹം ചെയ്തു. സർട്ടിഫിക്കറ്റുമായി തിരിച്ച് വളവട്ടണം സ്റ്റേഷനിൽ ചെന്നു. വളവട്ടം സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസുകാർ വളരെ മാന്യമായി കുടുംബത്തെ വിളിച്ചു വരുത്തി, ഇങ്ങനെ നിങ്ങളുടെ മക്കൾ വിവാഹം ചെയ്തിരിക്കുന്നു എന്ന് വിളിച്ചറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ വന്നു. ആരും യാതൊരു കുഴപ്പവും കലാപവും ഉണ്ടാക്കിയില്ല. അങ്ങനെ പക്ഷേ ആ കുടുംബത്തെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. അപ്പോഴേക്ക് വീട്ടുകാർ ഇടപെട്ടു. മാത്രമല്ല, ഇവർക്ക് എതിരായി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെക്കുറിച്ച് യാതൊരു അടിത്തറയും ഇല്ലാത്ത ചില വീഡിയോകൾ ആരൊക്കെയോ ചേർന്ന് പുറത്തിറക്കാൻ തുടങ്ങി. ഈ കിരൺ ബാബു എന്ന ചെറുപ്പക്കാരൻ 2ാം കെട്ടുകാരനാണ്. അവന് 47 വയസ്സുണ്ട്, 2 കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു കല്യാണത്തിൽ 2 മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങൾ ആ പയ്യനെക്കുറിച്ച് പ്രചരിപ്പിക്കുകയുണ്ടായി. അത് കേട്ടതോടുകൂടിയാണ് ആളുകൾ പലതരത്തിൽ ഇളകി മറിഞ്ഞ് പ്രശ്നങ്ങളുണ്ടായത്. അതുകൊണ്ട് എന്തായാലും ഈ കുട്ടിക്ക്, ഫാത്തിമ ദിയ എന്ന കുട്ടിക്ക്, രണ്ടാമത്തെ ഒരു ആരോപണം ഉണ്ടായത് ഫാത്തിമ ദിയയുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞിരുന്നു, വലിയ സ്വർണം വാങ്ങിച്ചു വെച്ചിരുന്നു ആ കല്യാണത്തിനുള്ള. അത് മുഴുവനും എടുത്താണ് ആ കുട്ടി പോകുന്നത്. ആ കുട്ടിയും അവളുടെ ഉമ്മയും തമ്മിലുള്ള ചാറ്റ് തന്നെ ഇവർ വീഡിയോ കാണിക്കുന്നുണ്ട്. അവരൊന്നും എടുത്തിട്ടില്ല. അവർ പറയുന്നത്, നീ ഒന്നും എടുത്തിരുന്നെങ്കിൽ, പൊന്നു മുഴുവൻ, അമ്മ പറയുന്നുണ്ട്, പൊന്നു മുഴുവൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് വിരോധമില്ല, പക്ഷേ നീ ഒരു ഹിന്ദുവിൻ്റെ കൂടെ പോയതിലാണ് വിഷമം. ഇത് ഇപ്പോഴത്തെ ഒരവസ്ഥ അവർ പറയുന്നുണ്ട്. അവർ 2 പേരും ചേർന്ന് ഈ കിരൺ ബാബുവും ഫാത്തിമ ദിയയും ചേർന്ന് വീഡിയോയിൽ വന്ന് ജനങ്ങളോട് പറയുന്നുണ്ട്, ഞങ്ങൾ വലിയ കഷ്ടത്തിലാണ്, സങ്കടത്തിലാണ്, ഞങ്ങളെ ഏറ്റെടുക്കാൻ ആരുമില്ല, എല്ലാവരും ഞങ്ങൾക്കെതിരാണ്, ഞങ്ങളെ സഹായിച്ചവർ. തീർച്ചയായിട്ടും ജാതിയും മതവും കക്ഷി രാഷ്ട്രീയമൊന്നും അവർക്കില്ല. എല്ലാവരും ഞങ്ങളെ സഹായിച്ചവർക്ക് മുഴുവൻ ഇപ്പോൾ ഭീഷണിയാണ്. അതുകൊണ്ട് ആരുമില്ലാതെ ഞങ്ങൾ ഒളിവിൽ കഴിയേണ്ട അവസ്ഥ വന്നാൽ, ദീർഘകാലം ഇങ്ങനെ ഒളിവിൽ കഴിയേണ്ടി വന്നാൽ ഞങ്ങൾ ആത്മഹത്യക്ക് പോലും നിർബന്ധിക്കപ്പെട്ടേക്കും എന്ന് ആ കുട്ടികൾ പറയുന്ന അവസ്ഥയുണ്ട്. ഞങ്ങളെ ആരും ഏറ്റെടുക്കാനില്ല, നോക്കാനും പറയാനും ആളില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ ജാർഖണ്ഡിലെ കമിതാക്കളെ കായംകുളത്ത് സ്വീകരിച്ച് ആഘോഷപൂർവ്വം കല്യാണം നടത്തി വലിയ പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുത്ത ഒരു കേരളത്തിൻ്റെ ഒരു മറുപുറം പറയാനാണ്. തീർച്ചയായിട്ടും കണ്ണൂരിൽ നടക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ, കായംകുളത്ത് DYFIക്കാരാണ് ആ കുടുംബത്തിന് വലിയ തോതിൽ സ്വീകരണം കൊടുക്കുകയും അവരെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ കണ്ണൂരിൽ പോലും എന്തേ അതിന് സമാനമായൊരു അനുഭവം ഉണ്ടായില്ല എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, ഞങ്ങൾക്കൊരു സംരക്ഷണം തരാൻ ആരുമില്ല എന്ന അവസ്ഥ പറയുന്നുണ്ട്. ഒന്ന്, നിയമത്തിൻ്റെ മുമ്പിൽ ഇവർക്ക് പോകേണ്ടതുണ്ടാകും, നിയമപരമായ സംരക്ഷണം അവർക്ക് നേടിക്കൊടുക്കേണ്ടതുണ്ട്. നേടിക്കൊടുക്കണമെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി നടക്കാവുന്ന സാഹചര്യം ഉണ്ടാകണം. അതിന് സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ, തീർച്ചയായിട്ടും ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളുടെയൊക്കെ പിന്തുണ അവർക്ക് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും. കണ്ണൂരായതുകൊണ്ട് അതാണ് എളുപ്പം. അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും ഞാൻ ഇതിൻ്റെ കേരളത്തിൻ്റെ ഒരു മഹത്വപൂർണ്ണമായ മുഖം ഇന്നലെ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് ഇതുകൂടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പലരും കമൻറ്റിൽ പറഞ്ഞൊരു കാര്യം ശരിയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഈ സ്വന്തം മക്കൾ അന്യമതക്കാരുമായി പ്രണയത്തിലായാൽ മറ്റു സമുദായങ്ങളെപ്പോലെ ഒരുപക്ഷെ മറ്റു സമുദായങ്ങളെക്കാൾ തീവ്രമായി അതിനെതിരായി നിൽക്കുകയും സാമൂഹ്യ പ്രശ്നമാക്കി അതിനെ വളർത്തുകയും ചെയ്യുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് പുതിയ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കാണിക്കുന്നത്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്,
ഞാൻ എൻ്റെ എല്ലാ സഹോദരങ്ങളോടും പറയുന്നു, ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും നമ്മുടെ മക്കൾ പ്രായപൂർത്തിയാകുന്നത് വരെ അവർക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും കൊടുക്കുക എന്നതാണ് നമ്മുടെ ജോലി. അത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർ പ്രായപൂർത്തിയായാൽ അവർക്ക് പറ്റിയ ഇണയെ കണ്ടെത്തേണ്ടതും അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കേണ്ടതും അവരുടെ മാത്രം അവകാശമാണ്. അത് അവരുടെ പൗരാവകാശമാണ്. നമ്മുടെ മക്കളായി പിറന്നു എന്നത് അവർക്കൊരു അസ്വാതന്ത്ര്യമായി കൂടാ. അതുകൊണ്ട് മക്കളുടെ വിവാഹം പോലുള്ള കാര്യങ്ങൾ, അവരുടെ ഭാവി ജീവിതം, നമ്മൾ കാലാകാലം അവരുടെ കൂടെ ഉണ്ടാവില്ല. അവരുടെ ജീവിതം അവരുടേതാണ് എന്ന് തീരുമാനിക്കുകയും അത് വിട്ടുകൊടുക്കാൻ അവരെ സ്വതന്ത്രമാക്കാനുള്ള സന്മനസ് നമ്മൾ എല്ലാവരും കാണിക്കുകയും വേണം. എല്ലാ സമുദായവും വേണം. മുസ്ലിം സമുദായവും അക്കാര്യത്തിൽ ഇന്ത്യൻ പൗരന്മാരാകണം, പൗരബോധമുള്ളവരാകണം, മനുഷ്യാവകാശ ബോധമുള്ളവരാകണം എന്നാണ് എനിക്കതിൽ പറയാനുള്ളൊരു കാര്യം. മൂന്നാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. PC ജോർജ് ഉൾപ്പെടെയുള്ളവർ എത്രയോ കാലമായിട്ട് നമ്മുടെ ഈ ലവ് ജിഹാദ് എന്ന് കേട്ടാൽ, സത്യത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ടായി വന്നതിൽ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ വാക്കുകളൊക്കെ ഉണ്ടായി വന്നത് ഈ ക്രിസ്തീയ സമൂഹത്തിലെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊണ്ടുപോയി ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റി അവരെ കാടുകളിലേക്ക് കയറ്റി അയച്ച് വലിയ തോതിൽ ഉപദ്രവിക്കുമ്പോഴാണ് ആ പ്രയോഗം ഉണ്ടായത്. പക്ഷേ PC ജോർജ് ഉൾപ്പെടെയുള്ള ഒടുവിൽ അത് ഉന്നയിച്ച എല്ലാവർക്കുമുള്ള മറുപടി കൂടിയാണ് ഈ കണ്ണൂർ സംഭവം, വളപട്ടണം സംഭവം. അതെന്താണ്? ഇവിടെ പ്രണയിക്കപ്പെടുന്ന പെൺകുട്ടി മുസ്ലിം പെൺകുട്ടിയാണ്. മുസ്ലിം പെൺകുട്ടി പ്രണയിക്കപ്പെടുമ്പോഴും സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രണയത്തിന് പൊതുവെ അന്യമത പ്രണയങ്ങൾക്ക് പൊതുവെ അനുഭവിക്കുന്ന പ്രതികൂലമായൊരു സാഹചര്യമാണ് നമ്മൾ ഈ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ഇവിടെ സത്യത്തിൽ ഇത്തരം പ്രണയങ്ങളിലൊന്നും മതമില്ല. രണ്ടുപേരും പറഞ്ഞത്, ഇപ്പോൾ കിരൺ ബാബു ഇന്നലെ പറയുന്നുണ്ട് ഇവളെ മതം മാറ്റുക എന്നത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് മതത്തിൻ്റെയും ആചാരങ്ങൾ പ്രകാരം ഒരേ ആശ്രമത്തിൽ വെച്ചാണ്, മഠത്തിൽ വെച്ചാണ്, അമ്പലത്തിൽ വെച്ചല്ല, മഠത്തിൽ വെച്ചാണ്. തീർച്ചയായിട്ടും ഓരോ ആചാരത്തിനും അതിൻ്റേതായ ചില രീതികളുണ്ടാകും. അതനുസരിച്ചുള്ള ആചാരമുറ പ്രകാരം ഇപ്പോൾ അവർ മാലയിട്ട് നിൽക്കുന്നതും സിന്ദൂരം തൊട്ടതിൻ്റെയൊക്കെ ഒരു പടം കാണിച്ചുകൊണ്ട് ഇവൾ ഹിന്ദു ആയിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന മുസ്ലിം തീവ്രവാദികളുണ്ട്. ഇവളെ ഒറ്റപ്പെടുത്തുന്ന അവൾ ഒരു ഇഷ്ടപ്പെട്ടൊരു ചെറുപ്പക്കാരനെ പ്രണയിച്ച് കല്യാണം കഴിച്ചതോടുകൂടി ഞങ്ങളുടെ മക്കളല്ല, ഞങ്ങൾ അവളെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മട്ടിലുള്ള പ്രചാരവേലയും നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജാർഖണ്ഡുകാരനോട് കേരളം കാണിച്ച ഒരു സന്മനസ്, ജാർഖണ്ഡുകാരായ ദമ്പതികളോട് കേരളം കാണിച്ച സന്മനസ് എന്തുകൊണ്ടാണ് സാക്ഷാൽ മലയാളികളായ, അതും കണ്ണൂർക്കാരായ മുസ്ലിം കുടുംബത്തോട്? അപ്പോൾ ഇതിൽ കിരൺ ബാബു പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തിന് വലിയ വിരോധമൊന്നും വലിയ എതിർപ്പൊന്നും, അവൻ ആൺകുട്ടിയാണ്, അവൻ പുരുഷനാണ്, യുവാവാണ്, ഹിന്ദു ചെറുപ്പക്കാരൻ, അവന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അവൻ ഇപ്പോഴും അവൻ്റെ സങ്കടത്തോടെ പറയുന്നത് അവളുടെ കുടുംബം ഇപ്പോഴും പൊരുത്തപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ വിവാഹം. അത് വലിയ വിഷമമുണ്ടാക്കുന്നുണ്ട് അവന്. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ പ്രണയം മാത്രമേ ഉള്ളൂ. പ്രണയത്തിന് വേണ്ടിയുള്ള കലാപങ്ങളാണ് നടക്കുന്നത്. അല്ലാതെ മതം മാറ്റം, ജാർഖണ്ഡ് സംഭവത്തിൽ എന്നതുപോലെ തന്നെ ഈ വളപട്ടണം സംഭവത്തിലും മതം മാറ്റം ഒരു അജണ്ടയേ അല്ല. മതം മാറാൻ ഫാത്തിമ ദിയ ആഗ്രഹിച്ചിട്ടില്ല, മതം മാറ്റാൻ കിരൺ ബാബു ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ യഥാർത്ഥ ലവ് ജിഹാദിൻ്റെ രണ്ടാമത്തെ മാതൃകയാണ് ഇന്നലെ എനിക്ക് അയച്ചു കിട്ടിയ വളപട്ടണം സംഭവത്തിൻ്റെ വീഡിയോ എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് എപ്പോഴും പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് അന്യമതക്കാരൻ പ്രണയിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതിനെ എതിർക്കുന്ന ഒരു സ്വഭാവം, അത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഹിന്ദുവിന് മാത്രമല്ല, മുസൽമാനും ഒട്ടും മോശമല്ലാത്ത തോതിലുണ്ട്. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അക്കാര്യത്തിൽ ബോധവൽക്കരിക്കാൻ നമ്മുടെ മതേതര വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിൻ്റെ മതേതരമായ പാരമ്പര്യത്തിനും നവോത്ഥാനത്തിൻ്റെ കീഴ്വഴക്കങ്ങൾക്കും നവോത്ഥാനത്തിൻ്റെ സംസ്കാരത്തിനുമൊക്കെ സാധിക്കേണ്ടതാണ് എന്നുകൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.